എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് മെയ് 6 വെനസ്ഡേ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് ജസ്റ്റ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ടൂൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലെ വോളിയം ബേസ്ഡ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. വോളിയം ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഹെവി ആയിട്ടുള്ള ബയേഴ്സ് ഉള്ളത്, സെല്ലേഴ്സ് ഉള്ളത്, അതിന് എന്താണ് അവരുടെ പൊസിഷൻസ് എവിടെയാണ് നോക്കിയിട്ട് ആ മാർക്കറ്റ് ആ റീട്രേസ്മെന്റിൽ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻട്രി നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്നുണ്ട്, ഫോറക്സിൽ, ക്രിപ്റ്റോ എല്ലാത്തിനകത്തും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനകത്തും വോളിയം പ്രൊഫൈൽ എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് 5 മിനിറ്റിന്റെ ചാർട്ട് മാത്രമാണ് നമ്മൾ മാർക്കറ്റിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഈസി ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നാണ് എന്ത് ചെയ്യുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ലെവൽസ് വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം കഴിഞ്ഞ ദിവസത്തെ ലെവൽസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതായിരുന്നു ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഈ ലെവലിന്റെ മേലെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ലെവൽ ഹോൾഡ് ചെയ്ത് പിടിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിന്റെ താഴെ പോയാൽ നമ്മൾ സെല്ല് നോക്കും. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സോണിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക മാർക്കറ്റ്. അതിനുശേഷം എന്ത് സംഭവിച്ചത്, മാർക്കറ്റ് ഈ ഒരു സോൺ, ഓക്കെ, നമ്മളെ സെല്ലിംഗ് സോൺ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ സെല്ല് വന്ന ഏരിയ, അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സെല്ല് എടുത്തിട്ടുണ്ടാവും. ഏറ്റവും ചെറിയ SL നമ്മളൊരു സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. ഓക്കെ, ഇതായിരുന്നു ആ ഒരു സോൺ എന്ന് പറയുന്നത്. ഏകദേശം 83 റേഞ്ചിലൊക്കെയാണ്. ഓക്കെ, നിങ്ങൾ ടെലിഗ്രാമിലുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും, സ്ക്രീൻഷോട്ട് കണ്ടിട്ടുണ്ടാവും. ഏകദേശം 82, 83ലാണ് നമ്മൾ സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 37 പോയിന്റ് വരെ മാർക്കറ്റ് ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഈ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലെത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓൾമോസ്റ്റ്, കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മളെ ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു. മീൻസ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയി, അതിനുശേഷം ബ്രേക്ക് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തിയപ്പം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രോഫിറ്റ്. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 2 പോയിന്റ് SL-ലാണ് ട്രേഡ് ചെയ്തിട്ടുണ്ടായത്. ഏകദേശം ഒരു 10-35 പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റി നമ്മളെ ലെവൽസിൽ വന്ന സമയത്ത്. ഓക്കെ, അതിനുശേഷം ഇന്നെന്താണ് മാർക്കറ്റിൽ, ഇന്ന് മാർക്കറ്റിൽ രാവിലെ ലെവലിന് താഴെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നല്ല രീതിയിൽ എന്ത് സ്ട്രൈക്ക് ചെയ്ത് മേലെ പോയി. ഇവിടെ നിന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് റെസിസ്റ്റൻസ് താഴെ വന്നു, അത് ബ്രേക്ക് ചെയ്തു. സ്വാഭാവികമായിട്ട് എന്ത്, പിന്നെ ആ ലെവൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് എന്താണ്, ആ ലെവൽ ഹോൾഡ് ചെയ്യണം. മാർക്കറ്റ് ഹോൾഡ് ചെയ്തു, അവിടെ നിന്ന് നല്ലൊരു മൂവ്. ഓക്കെ, ഓൾമോസ്റ്റ് 3% മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ബൈ ഇവിടെ കിട്ടിയിട്ടില്ല. ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ ഒരു സോണിലൊക്കെയാണ് ബൈ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം കുറച്ച് ലേറ്റ് ആയിരുന്നു. കാരണം ഈ സോൺ എന്ന് പറയുന്നത് ഏകദേശം 5 മണി 5:30 വന്നതാണ്. ഇപ്പോൾ ലേറ്റ് ട്രേഡ് കിട്ടിയത് ഏകദേശം 6 o'clock ശേഷമാണ് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സ്റ്റിൽ നമുക്ക് ആ ട്രേഡ് ഇപ്പോഴും ഹോൾഡിലാണുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള, ആർക്കും വേണം അതിനകത്ത് ജോയിൻ ആവാൻ വേണ്ടി പറ്റും. അതിനകത്ത് ഞാൻ ട്രേഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്ന ട്രേഡിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ഓക്കെ, ഇന്ന് സെൻസെക്സിന്റെ ട്രേഡ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുട്ട് ഓപ്ഷന്റെ ട്രേഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൊടുത്തിട്ടുണ്ടായിരുന്നത് 77,200 പുട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെ, ഏകദേശം 140-150 റേഞ്ചിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഹൈ ഏകദേശം 550 വരെ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് എന്താണ് 400 പോയിന്റിന്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് ആ ഒരു സ്ട്രൈക്കിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ബൈയിങ് സോൺ എന്ന് പറയുന്നത്. ഈ ഒരു സോണിലാണ് ബൈ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ പോയി സ്റ്റിൽ അത് ഹോൾഡാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം വേറെ നമ്മൾ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിനകത്ത് നമുക്കൊരു ലെവൽസ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇതാണ് ഫ്രൈഡേയിലെ നമ്മളെ ഒരു സെല്ലിംഗ് ഏരിയ ആയിരുന്നു. ഇത് ഫ്രൈഡേയിൽ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് അപ്പ് സൈഡ് പോയി, അതിനുശേഷം സെല്ലേഴ്സ് കയറി വന്ന ഏരിയ ആണ് ഈ ഒരു ഏരിയ. ബൈയുടെ സെല്ലേഴ്സ് വരുമ്പോൾ എന്താണ്, അത് റെസിസ്റ്റൻസ് ആവും. അതിനുശേഷം എന്ത് ചെയ്തു, ഇന്നത് റെസിസ്റ്റൻസ് എടുത്ത ഏരിയാസ് ആണത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഇവിടെ ക്ലോസ് ചെയ്തപ്പോഴാണ് അതിന്റെ റീടെസ്റ്റിലാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 43 SL വെച്ചിട്ട് 45-ലാണ് നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 പോയിന്റ് SL-ലാണ് നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു. ഓക്കെ, ഈ ഒരു സോണിലാണ് നമ്മൾ ബൈ ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ ഏകദേശം 23 പോയിന്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 2 പോയിന്റ് റിസ്കിൽ 23 പോയിന്റാണ് നമ്മൾ എന്ത് ചെയ്ത് ക്യാപ്ചർ ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും. ഏകദേശം 1:10 ആണ് നമ്മൾ റിസ്ക് റിവാർഡ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പം മാർക്കറ്റ് റേഞ്ച് ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 50 പോയിന്റ് മേലെയാണ്. ആ ട്രേഡിന്റെയും ഹാഫ് ലോട്ട് നമ്മുടെ അടുത്ത് സ്റ്റിൽ ഹോൾഡിംഗ് ആണ് കിടക്കുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ ഈ ഒരു സോണ് ഹെവി ആയിട്ടുള്ള എന്താണ്, നമ്മളിപ്പോൾ പ്രൊഫൈൽ വരക്കുമ്പോൾ ഹെവി ആയിട്ടുള്ള സപ്പോർട്ട് സോണാണ് ഈ ഒരു സോൺ. അത് ഓൾറെഡി ഒക്കെ മാർക്കറ്റ് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സോണിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒരു ബൈ സെറ്റപ്പ് നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയ ട്രേഡ് നോക്കുന്ന ആളുകൾക്ക് നമുക്ക് എന്തായാലും സെല്ല് നോക്കണമെങ്കിൽ മാർക്കറ്റ് സ്വാഭാവികമായിട്ട് എന്താണ്, ഈ ഒരു സോണിന്റെ താഴെ പോകണം. ഈ ഒരു സോണിന്റെ താഴെ പോയാൽ മാത്രമാണ് നമുക്ക് സെല്ലിനുള്ള ഒരു ചാൻസ് നമുക്ക് വരത്തുള്ളൂ. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഹെവി ബുള്ളിഷ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഇത് നമ്മളെ സംബന്ധിച്ചുള്ള സപ്പോർട്ട് ഏരിയ ആണ് ഈ ഒരു ഏരിയ. ഓക്കെ,
സെല്ല് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഒരു സോണിൽ പോയി റീടെസ്റ്റിൽ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സോൺ എന്താണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത്. സെൽ സൈഡിലേക്ക് ബൈ സൈഡിലേക്ക് സ്വാഭാവികമായിട്ട് ഈ ലെവൽസ് മേലെയുള്ള ലെവൽസിലൊക്കെ നിങ്ങൾക്ക് ബൈ നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് പുട്ടിൻ്റെ ഒരു ചാർട്ടിലേക്ക് പോകാം. ആദ്യം കോളിൻ്റെ ചാർട്ടിലേക്ക് പോകാം. നമ്മൾ ആദ്യം പുട്ടാണ് മോർണിംഗിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ഇന്നലെ ഓൾറെഡി വോളിയം പ്രൊഫൈലിലെ ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഓക്കെ, അവിടെ ട്രേഡ് ചെയ്യാനുള്ളത് ഇതാണല്ല കൊടുക്കുന്നത്. നമ്മളെ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് എവിടെയൊക്കെയാണ് മാർക്കറ്റിൽ സെല്ലേഴ്സ് ഉള്ളത് ബയേഴ്സ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് വന്നെന്താണ് ഒരു ബൈയിങ് പ്രൊഫൈലായിരുന്നു. ആ പ്രൊഫൈൽ ഇവിടെ എന്ത് ചെയ്തു ബെൻഡായി. ഇതിൻ്റെ സെക്കൻഡ് ഗ്യാപ്പ്. ഓക്കെ, ഇത് സെക്കൻഡ് ഗ്യാപ്പ്, ഇത് ഫസ്റ്റ് ഗ്യാപ്പ് ആയിരുന്നു. മാർക്കറ്റ് അതിന് താഴെ ഓപ്പൺ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു അവിടുന്ന് ഫോളോ ആയി. ഇന്നത്തെ ദിവസം എന്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അവിടെയാണ് 1 മിനിറ്റ് ക്യാൻഡിൽ രണ്ടാമത്തെ മിനിറ്റിൽ എന്ത് തന്നെ എന്ത് ചെയ്തു അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സൂം ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ ക്യാൻഡിൽ എന്ത് ചെയ്തു ആ സാധനം ബ്രേക്ക് ചെയ്തിട്ടുണ്ട് 9:17. 9:17 പുട്ടിൻ്റെ ചാർട്ട് ഞാൻ കാണിച്ചു തരാം. 9:17 ചാർട്ടാണ് ഇത്. ഇതാണ് ഞാൻ പറഞ്ഞത് 140 150 നമ്മൾ ബൈ എടുത്തതെന്ന് പറഞ്ഞ സാധനമാണ്. 150 മുതൽ എവിടെ വരെയാണ് അതിന്റെ ഹൈ പോയത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം 380 പോയിന്റ് അതിന്റെ ഹൈ പോയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 150 പോയിന്റ് സെക്കൻഡ് ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ റേഞ്ച് 311 പോയിന്റ് ആയിരുന്നു നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ തന്നെ ഇത് ഹെവി സപ്പോർട്ട് ഏരിയ റെസിസ്റ്റൻസ് ആയിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു അത് ബ്രേക്ക് ചെയ്തു. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തു ഇത് മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യേണ്ട ഏരിയാസ് ആണ്. പക്ഷേ മാർക്കറ്റ് അവിടെ നിന്ന് ഹോൾഡ് ചെയ്തില്ല. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു അവിടെ നിന്ന് അത് ഡ്രോപ്പ് ചെയ്ത് നല്ല രീതിയിൽ താഴെ വന്നു. അതേപോലെ ഈ ലെവലിൽ ഡ്രോപ്പ് ചെയ്തു റെസിസ്റ്റൻസ് എടുത്തു. ഇവിടെയൊക്കെ നമുക്ക് കോൾ ഓപ്ഷനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കോൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് കോൾ ഓപ്ഷൻ്റെ ചാർട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് തരാം. ഓക്കെ, ഇത് കഴിഞ്ഞ ദിവസത്തെ എന്താണ് ഫസ്റ്റ് ഗ്യാപ്പ് സെക്കൻഡ് ഗ്യാപ്പ്. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്തു ഫസ്റ്റ് ഗ്യാപ്പ് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്തു. സ്വാഭാവികമായിട്ട് എന്താണ് ഇത് റെസിസ്റ്റൻസ് ആവേണ്ട ഏരിയാസ് ആണ്. പക്ഷെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ എപ്പോഴാണ് മാർക്കറ്റ് കാരണം ഫസ്റ്റ് ഗ്യാപ്പ് ഇവിടെയാണ് മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെ എന്താണ് റെസിസ്റ്റൻസ് ആണ്. ഫസ്റ്റ് ടൈം ആവുന്നു അവിടെ നോക്കി ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടി. ക്യാൻഡിൽ ക്ലോസ് കിട്ടിയതിനു ശേഷം മാർക്കറ്റ് ഒറ്റ ക്യാൻഡിൽ പോലും താഴെ പോകുന്നില്ല. ഓക്കെ, ജസ്റ്റ് എത്ര പോയിന്റ് എസ് ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം താഴെ പോയത് കൊണ്ട് തന്നെ ഏകദേശം 25 പോയിന്റ് സെൻസെക്സിൽ എന്ത് വരും എസ് എൽ വരും. ഓക്കെ, ആ 25 പോയിന്റിന് മാർക്കറ്റ് മൂവ് ചെയ്തത് ഏകദേശം എത്രയാണ് ഏകദേശം 719 പോയിന്റാണ്. ഓക്കെ, ഇത് ന്യൂസ് ബേസ്ഡിലാണ് മൂവ് വന്നിട്ടുള്ളത്. പക്ഷേ സ്റ്റിൽ നമുക്ക് നമ്മളെ വോളിയം പ്രൊഫൈൽ വെച്ചിട്ടുള്ള എൻട്രി എടുക്കാനുള്ള ഏരിയാസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മളിപ്പോൾ 700 പോയിന്റ് ക്യാപ്ചർ ചെയ്ത് 400 പോയിന്റ് പിടിച്ചു 500 പോയിന്റ് പിടിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെയായിരുന്നു നമ്മളെ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് എൻട്രി എടുക്കാനുള്ളത്. ഇതിപ്പോൾ ന്യൂസ് ബേസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും വലിയ മൂവ് ഉണ്ടാവില്ല. സ്റ്റിൽ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും 25 പോയിന്റ് റിസ്ക് എടുത്ത് ഏകദേശം 100 പോയിന്റ് നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റും. ന്യൂസ് ഇല്ലെങ്കിലും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. ഓക്കെ, അതാണ് ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഡേയിലേക്കുള്ള പ്രീമിയത്തിന്റെ ചാർട്ട് ഞാൻ എന്തായാലും ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നില്ല. പ്രീമിയത്തിന്റെ ചാർട്ട് ഞാൻ വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിനകത്ത് ഇത് ഓൾറെഡി ഞാൻ ഇന്നലെ രാത്രി കൊടുത്ത ലെവൽസുകളാണ്. ഏകദേശം 9:13 കൊടുത്ത ലെവൽസുകളാണ് ഈ ലെവൽസുകളെല്ലാം. ഓക്കെ, അപ്പോൾ വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾക്കുള്ള ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അതിനകത്ത് ഞാൻ പ്രീമിയത്തിന്റെ ചാർട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നൈറ്റിൽ തന്നെ. ഓക്കെ, എല്ലാ ദിവസങ്ങളും നൈറ്റിൽ ഷെയർ ചെയ്യാറുണ്ട്. ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല. നമ്മൾ പഠിച്ച സെറ്റപ്പും അതേപോലെ പഠിച്ച സെറ്റപ്പ് വെച്ചിട്ട് എവിടെയാണ് ബയേഴ്സ് എവിടെയാണ് സെല്ലേഴ്സ് ഇത് മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോഴാണ് ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ ലോസ് ചെയ്ത് കഴിഞ്ഞാലും എന്തുകൊണ്ട് കിട്ടി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ഒരാൾ പറയുന്നു നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പഠിച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആൾ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്തും അതുകൊണ്ട് എന്ത് ചെയ്യും യൂസ്ഫുള്ളായി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ, വേറൊരു ജോലി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ രാവിലെ പോയി വൈകുന്നേരം വല്ല എന്ത് ചെയ്യുന്നു ജോലി ചെയ്തിട്ട് സാലറി മേടിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാലറി കിട്ടുന്നു, നിങ്ങൾ ജോലി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് സാലറി കിട്ടുന്നു. ആ സെയിം കൺസെപ്റ്റ് തന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. ഞാൻ പഠിച്ച് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് പ്രോഫിറ്റ് കിട്ടുന്നു നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാതെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്ന മാർക്കറ്റിൽ. ഞാനെപ്പോഴും പറയുന്നത് ഇന്നലെ കൊടുത്ത ലെവൽസ് ആണ്, അത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ കഴിഞ്ഞ മാർക്കറ്റിനെ പറ്റി ഞാൻ സംസാരിക്കാറില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിഫ്റ്റിയുടെ കുറച്ച് ഐഡിയാസ് തരാം നാളത്തെ ദിവസത്തേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഗോൾഡിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കുക. നിഫ്റ്റിയിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എക്സ്പയറി ബുള്ളിഷ് ആണ് മാർക്കറ്റിൽ. അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും ആ സംഭവിച്ചത് എവിടെയാണ് മാർക്കറ്റിൽ ബൈ വന്നത് അവിടെ തന്നെയാണ് മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുള്ളത് നിഫ്റ്റി കയറി പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞ ഇവിടെ എന്താണ് മാർക്കറ്റ് ഒരു മിനിറ്റ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഇതെന്താണ് ഒരു കവറിങ് കിട്ടിയ ഏരിയാസ് ആണ് അല്ലേ. അപ്പം അതിൻ്റെ ഗ്യാപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ്
കറക്റ്റ് പ്ലാൻ എവിടെയൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി കവറിങ് കിട്ടിയതാണ്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്തു, ഫസ്റ്റ് ടൈം വന്ന് സപ്പോർട്ട് എടുത്തു, അതിനുശേഷം ബ്രേക്ക് ചെയ്തു, നെക്സ്റ്റ് അത് തിരിച്ച് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് റെസിസ്റ്റൻസ് ആവേണ്ട ഏരിയ ആയിരുന്നു. അപ്പോൾ ഈ ലെവൽസിന് നോക്കരുത്, ലെവൽസിന് വാലിഡ് അല്ല. അപ്പോൾ ഈ ലെവൽസാണ് ഇനി നെക്സ്റ്റ് വാലിഡ് ആയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഓക്കെ നിങ്ങളുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ 2 ഏരിയാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു ഏരിയാസ് ഓക്കെ, ഈ ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പും എന്താണ് ഇപ്പോൾ ഈ ഗ്യാപ്പ് എന്താണ് മാർക്കറ്റിൽ സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ലെവലും ഈ ഒരു ലെവലും ഹെവി സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻ കേസ് ഇനി മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഈ ലെവൽസ് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു സെറ്റപ്പ് വരികയാണെങ്കിൽ മാത്രം നമുക്ക് സെല്ലിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ഒരു സെറ്റപ്പ് നമുക്ക് കിട്ടണം. ഓക്കെ, സെല്ല് നോക്കണമെങ്കിൽ ഈ ലെവൽ ഫസ്റ്റ് ബ്രേക്ക് ചെയ്യണം, ഈ ലെവൽ. ഓക്കെ, ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു ട്രാപ്പ് വെട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അവർ എസ് എൽ അടിച്ചിട്ട് വാളാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഈ ലെവൽസിൻ്റെ ചാൻസ് ഇല്ല. ഓക്കെ, ഈ ലെവൽസ് ആക്റ്റീവ് ആകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാപ്പ് ഡൗൺ ആവുകയാണെങ്കിൽ മാത്രമാണ് ഈ ലെവൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് വെച്ചിട്ട് പ്ലാൻ ചെയ്യുക ഈ ഒരു സെറ്റപ്പിൽ. അല്ലാത്ത പക്ഷേ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മാർക്കറ്റ് എന്തായാലും ഈ 2 ലെവലും സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യുക. അപ്പോൾ സെൽ സൈഡിൽ ഈ ഒരു സെറ്റപ്പ് കിട്ടിയാൽ മാത്രമാണ് സെൽ ആക്റ്റീവ് ആവുള്ളൂ. അല്ലെങ്കിൽ ഈ ലെവൽ സെൽ എന്താണ് ബയേഴ്സിൻ്റെ കയ്യിലായിരിക്കും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ലെവൽസുകളാണ് ഇതിൽ തരുന്ന ലെവൽസ് എല്ലാം. ഓക്കെ, അപ്പോൾ ആ ലെവൽസ് മാർക്ക് ചെയ്യുക, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. പിന്നെ നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സെൻസെക്സിനകത്താണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുക. അപ്പോൾ പ്രീമിയത്തിൻ്റെ ചാർട്ട് ഞാൻ എൻ്റെ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും. ഡാറ്റ വന്നതിന് ശേഷം എങ്ങോട്ടാണ് നമ്മളെ പ്ലാൻ എന്ന് നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുക, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കുക. പിന്നെ ടെലിഗ്രാമിൽ ജോയിൻ ആകാൻ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ആവാം. പിന്നെ പഠിച്ച് ട്രേഡ് ചെയ്താൽ നമ്മുടെ കൂടെ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.